ഹലോ മക്കളെ, ഇന്നലെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു, സന്തോഷം. അതുപോലെ വൈകുന്നേരം ഗ്രാവിറ്റേഷൻ്റെ ഒരു PYQ ചെയ്തിട്ടുണ്ടായിരുന്നു. 2010 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. PYQ ചെയ്താലുള്ളൊരു ഗുണം, നമ്മൾ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. അത് ചെയ്താലുള്ളൊരു ഗുണം, ആ PYQ പഠിച്ചാൽ തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചതുപോലെയായി. അപ്പോൾ ഇന്ന് മിസ് അതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ PYQ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നെയാണ് ഒരു 2-3 പേരൊന്ന് മെസ്സേജ് ഇട്ടു, പിന്നെ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡെറിവേഷൻസിൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോ പോലെ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും മിസ്സിന് അറിയില്ല, എന്നാലും അങ്ങനെയല്ല, നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡെറിവേഷൻസിൻ്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചോദിച്ചിട്ടുള്ള മാർക്സ് വെച്ചും കൂടെ അത് ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഓരോ ചോദ്യവും എത്ര മാർക്കിന് ചോദിക്കാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ ഒരു 45 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു ചാപ്റ്ററിൽ നിന്നും 2-3 ഡെറിവേഷൻസ് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ആ ഡെറിവേഷനായിട്ട് തന്നെ ചോദിച്ചില്ലെങ്കിലും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് ഒരു 35-36 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്നും നിങ്ങൾക്ക് കിട്ടാം കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് കുറേയൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റും കൂടെ ഞാൻ അവിടെ കൊടുക്കാം. അപ്പോൾ ഇന്നലെ ഇനിയിപ്പോൾ അഥവാ അതിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ മറ്റേ ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ മോഷൻ്റെ പ്ലെയിൻ ഓസിലേഷൻ വേവ്സിൻ്റെ ഒക്കെ PYQ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒക്കെ അതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആദ്യം തന്നെ നമുക്കറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ എന്തായാലും നിങ്ങൾ ഡയമെൻഷൻ അനാലിസിസും അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിക്കണം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷനും ടു ഡിറൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്തായാലും പഠിക്കണം കേട്ടോ. കുറച്ച് പേര് മോഡൽ എക്സാമിൻ്റെ ആൻസർ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാം, ഇന്ന് ഫുള്ള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് നമുക്കറിയാം അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാം. ഇനി ഡെറിവേഷനായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ഗ്രാഫ് ചോദിക്കാം, അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് ചോദിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു 2 മാർക്കിനൊക്കെ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. പക്ഷേ മോഷൻ്റെ സ്ട്രേറ്റ് ലൈൻ എനിക്ക് തോന്നുന്നു 5 മാർക്കിനോ 6 മാർക്കിനോ എങ്ങാണ്ടാണ്, 6-7 മാർക്കാന്ന് തോന്നുന്നു അല്ലേ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഭാഗം മാത്രം ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഡെറിവേഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ, പ്രൊജക്ടൈൽ മോഷൻ എൻ്റെ ഒരു ഡെറിവേഷൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ അത് വെച്ചിട്ടുള്ള പ്രോബ്ലമോ ചോദിക്കാം. എന്തായാലും ഒരു 3 മാർക്കിനുള്ളത് പ്രൊജക്ടൈൽ മോഷനകത്തുള്ള ഡെറിവേഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, പിന്നെ മാക്സിമം ഹൈറ്റ്, ഈ 3 ഡെറിവേഷൻ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ആ ചാപ്റ്ററിനകത്ത് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കുക. ഏതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ഏതാണ് ഇക്വേഷൻ? AC = v²/r എന്നുള്ള ഇക്വേഷൻ, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം അത് ചോദിച്ചിട്ട് കുറേ ആയി. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലം ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഡെറിവേഷൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ്, ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്, നിങ്ങൾ ഇന്നലെ ആരൊക്കെയോ ചോദിച്ചു NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാമോ എന്നുള്ളത്. NCERTയിലെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം നിങ്ങൾ തൽക്കാലം അവസാന നിമിഷം ചെയ്യാൻ നിൽക്കണം. ഇനിയിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് തന്നെ വരുള്ളൂ. ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് തന്നെ വരുള്ളൂ. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിക്കാന്നല്ലാണ്ട് ഒത്തിരി നിങ്ങൾക്ക് തലപുകഞ്ഞ് ആലോചിക്കാനുള്ള പ്രോബ്ലംസ് എന്തായാലും ചോദിക്കാനുള്ള സാധ്യത ഇല്ല. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ R = √p² + q² + 2pq cos θ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതായത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട്. അപ്പോൾ അതൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണുള്ളത്? ലോസ് ഓഫ് മോഷനകത്താണ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ്, അതായത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ = ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്നുള്ള പ്രൂഫ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ടും പ്രൂഫ് ചോദിക്കാറുണ്ട്, ന്യൂട്ടൻ്റെ തേർഡ് ലോ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ഇനി അത് വെച്ചിട്ട് തന്നെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിൻ്റെ ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ക്യാപിറ്റൽ V = സ്മോൾ mv/M എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചിലപ്പം ഇത് ചോദിക്കാം, പ്രോബ്ലം വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു 2 മാർക്ക് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു 3 മാർക്ക് വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ബാങ്കിങ് ഓഫ് ഫ്രോഡ്സ് ഒക്കെ നമ്മൾ നല്ലോണം പഠിച്ചിട്ട് പോകും, പക്ഷേ ചിലപ്പോഴൊന്നും അത് ചോദിക്കാറില്ല. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര നിരാശ തോന്നിയിട്ടുണ്ട്. അതുപോലെയുള്ള മറ്റൊരു ചോദ്യമാണ് ഫ്ലൂയിഡ്സിലെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. പക്ഷേ ഞാൻ അതിനകത്ത് എഴുതി ഇട്ടിട്ടില്ല, കാരണം ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ എന്തായാലും പഠിക്കും എന്നുള്ളത് അറിയാം. പക്ഷേ ഇതിനകത്ത് എഴുതിയിടുമ്പോൾ എനിക്കൊരു സങ്കടമാണ്, മിസ്സ് ഞങ്ങളത് പഠിച്ചു പക്ഷെ അത് വന്നില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷേ നിങ്ങളത് എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ്സ് തന്നെ വിത്തൗട്ട് ഫ്രിക്ഷനും വിത്ത് ഫ്രിക്ഷൻ്റെയും കേസ് ഉണ്ട്. ഏതാ ബാങ്കിങ്ങിൽ. അതുപോലെ ലെവൽ റോഡിലുള്ള, അപ്പോൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. കാർ ഇസ് മൂവിങ് ഓൺ എ ലെവൽ റോഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ
വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് മ്യൂ ആർ ജി എന്നുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് ചോദിക്കുമ്പോൾ വിത്തൗട്ട് ഫ്രിക്ഷൻ ചോദിക്കുമ്പോൾ മ്യൂ 0 ആക്കിയിട്ടുള്ള ഇക്വേഷൻ, അതായത് വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് 2 മാർക്കിന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഡെറിവേഷൻ വളരെ കുറച്ച് ചോദിച്ച ഒരു വർഷമായിരുന്നു അത് തന്നെ ബാങ്കിങ് ഓഫ് റോഡ്സ് ചോദിച്ചത് തന്നെ 2 മാർക്കിനായിരുന്നു. പക്ഷെ അതിനകത്ത് ചോദിച്ചത് ആദ്യത്തെ ഇക്വേഷൻ എഴുതിയിട്ട് അതിനകത്ത് മ്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താണ് ഇത് പറയാനാണ്. അതായത് ഇങ്ങനെ നമ്മുടെ ഇക്വേഷൻ എന്താണ്, മാക്സിമം സ്പീഡിന്റെ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ ആണല്ലോ. ഇതാണ് നമുക്ക് ഫ്രിക്ഷൻ ഉള്ള റോഡിലൂടെയുള്ള വെലോസിറ്റി അല്ലേ ബാങ്കിങ് ഓഫ് റോഡ്സിൽ. ഇതിനകത്ത് ഫ്രിക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു റെയിനി ഡേയിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നത്, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക കേട്ടോ. ഒരു റെയിനി ഡേയിലാണ് ഒരു കാർ മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു ബാങ്കിങ് ഓഫ് റോഡ്സിന്റെ ഫ്രിക്ഷൻ വെലോസിറ്റി എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം, ഫ്രിക്ഷൻ 0 ആണ്. കാരണം റെയിനി ഡേ എന്ന് പറയുമ്പോൾ റോഡ് ഭയങ്കര സ്ലിപ്പറി ആയി കിടക്കുന്ന റോഡാണ്. അപ്പം മ്യൂ 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, വി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്നാണ് കിട്ടുക. അപ്പോൾ ഇക്വേഷൻ എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കേസ് ആയിരിക്കും ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് ഒന്ന് പഠിച്ചു വെക്കണേ. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം. അത് അതിൻ്റെ ഡയഗ്രാം ഒക്കെ നന്നായി പഠിക്കുക. ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ കമ്പോണൻസ് ഒക്കെ വരയ്ക്കുന്നതൊക്കെ ക്ലിയർ ആയിട്ട് വരച്ചു പഠിക്കുക. അപ്പോൾ ആ ചാപ്റ്ററിൽ അത്രയുമാണുള്ളത് ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുന്നത്. അടുത്തത് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. ഏതാണ് വർക്ക് എനർജി പവറിനകത്തുള്ള വി ഈസ് ഈക്വൽ ടു ½ kx² എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഡെറിവേഷൻ. പിന്നെ അതിനകത്ത് ലാസ്റ്റ് ഭാഗം വരുന്നുണ്ട് കൊളീഷൻസിനകത്തുള്ള ഡെറിവേഷൻ ആയിട്ട് ഇതുവരെ ചോദിച്ചത് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ പണ്ടത്തെ വർഷങ്ങളിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഇക്വേഷൻ പഠിക്കണം. ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ M1 M2 ഒക്കെ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് പഠിക്കണം. അതിനകത്തുള്ള കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടേക്കും ചോദിക്കുക. നമ്മൾ വർക്ക് എനർജി പവറിൻ്റെ PYQ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ചെയ്യാം കേട്ടോ. അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ പ്രൂഫ് ഡിലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് 2 വേർഷൻ കിടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളത് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് വെച്ചേക്കുക. 3 പോയിന്റിലും ടോട്ടൽ എനർജി mgh ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അത് പക്ഷേ അത് ഉണ്ട് തന്നെയാണ്, ഡിലീറ്റഡ് അല്ല, ഉണ്ട് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അടുത്തത് ഈ ഒരു ചോദ്യം ഇല്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. റൊട്ടേഷണൽ മോഷനകത്ത് നിന്നും dl/dt is equal to ടോർക്ക്. L എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോർക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ പ്രൂഫ് 2 മാർക്കിന്. റൊട്ടേഷൻ മോഷൻ അതാണ് ഡെറിവേഷൻ ടൈപ്പായിട്ട് ചോദിക്കാനുള്ളൂ. ബാക്കിയൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റൊട്ടേഷൻ മോഷനകത്തുള്ള ഓരോ പിന്നെ ഷേപ്ഡ് ബോഡീസിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ. അത് പഠിക്കണം കേട്ടോ. ഡെപ്തും ഇതും പഠിക്കണം. ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്നതും ക്വസ്റ്റ്യൻസും ചോദിക്കാം, ന്യൂമറിക്കൽസ് ചോദിക്കാം. ഇനി സോളിഡ്സിൽ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാനൊന്നുമില്ല, പക്ഷെ അതിനകത്ത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ട്. അതെന്തായാലും അതിനകത്ത് നിന്നൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഫ്ലൂയിഡ്സിനകത്ത് നമുക്കറിയാം ഫ്ലൂയിഡ്സിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് അങ്ങനെ പറയാനൊന്നുമില്ല. ചാപ്റ്റർ കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഞാൻ എടുത്ത് പറയുകയാണ്, ടെർമിനൽ വെലോസിറ്റിയും ക്യാപ്പിലാരിറ്റിയും മസ്റ്റായിട്ട് പഠിക്കുക. ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നിങ്ങൾ പഠിക്കും എന്നുള്ളത് അറിയാം. അതുപോലെ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ടോറിസെല്ലീസ് തിയറം. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ടോറിസെല്ലീസ് തിയറം ഫ്ലൂയിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എത്രയാണ്? ഇനി അതിനകത്തുള്ള മറ്റൊരു ചോദ്യമാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പും ലിക്വിഡ് ബബിളും. ലിക്വിഡ് ഡ്രോപ്പിനകത്ത് 2s/r എന്നും ലിക്വിഡ് ബബിളിൽ 4s/r എന്നുമാണ് വരുന്നത്. കാരണം ലിക്വിഡ് ബബിൾ എന്ന് പറയുമ്പോൾ 2 സർഫസ് ഉണ്ട്, ഉള്ളിലും പുറത്തുമുള്ള സർഫസ് എടുക്കുവാണ്. അടുത്തത് തെർമൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നത്, ഇത് വളരെ റെയർ ആണ്, എന്നാലും ഞാൻ അതിനകത്ത് കണ്ടതുകൊണ്ട് എങ്ങാനും ഇപ്പം വരുന്ന ചോദ്യപേപ്പർ വെച്ച് നോക്കുമ്പോഴേ നമ്മൾ തീരെ പഠിക്കാതെ വിടുന്ന കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വെക്കുക. ആൽഫ ബീറ്റ ഗാമ ടെമ്പറേച്ചർ കോഎഫിഷ്യൻസിൻ്റെ പിന്നെ റേഷ്യോ 1:2:3 ആണ് കിട്ടുന്നത്. ലീനിയർ എക്സ്പാൻഷൻ്റെയും ലീനിയർ എക്സ്പാൻസിവിറ്റി, ദിസ് ഇസ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി, ദിസ് ഇസ് വോളിയം എക്സ്പാൻസിവിറ്റി. അതിൻ്റെ റേഷ്യോസ് 1:2:3 ആണ് കിട്ടുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കാം. തെർമോഡൈനാമിക്സിലാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് അല്ലെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാർനോട്ട്സ് എഞ്ചിനും പഠിച്ചു വെക്കുക. കാർനോട്ട്സ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു കാർനോട്ട്സ് എഞ്ചിൻ. പക്ഷെ അത് ഇപ്പോൾ CBSE സിലബസിന് അത് ഒഴിവാക്കിയത് കൊണ്ട് അധികം പേര് ഇപ്പോൾ കാർനോട്ട്സ് എഞ്ചിൻ്റെ അത് നമ്മുടെ സ്റ്റേറ്റിൽ നിന്നും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. വിച്ച് ആർ ദ 4 പ്രോസസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കർവ് വരയ്ക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രാഫ് കാർനോട്ട്സ് എഞ്ചിൻ്റെ അങ്ങനെയൊക്കെ. ഇനി കൈനറ്റിക് തിയറിയിൽ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ എല്ലാ വർഷങ്ങളൊന്നും ചോദിക്കാറില്ല, പക്ഷേ അത് പഠിക്കുക. കാരണം ഈ വർഷം ചിലപ്പം ചോദിച്ചാലോ 3 മാർക്കിന് വരെയാണ് ചോദിക്കുക, 2 മാർക്ക് 3 മാർക്ക് വരെ.
നെക്സ്റ്റ് ഓസിലേഷൻസിൽ നിന്ന് നമുക്കറിയാൻ അതിനകത്ത് നിന്ന് ചോദിക്കാനുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ്. പക്ഷേ അതിനകത്ത് നിന്ന് എപ്പോഴും ചോദിക്കാൻ ന്യൂമറിക്കൽസ് എന്നാണ് ഓസിലേഷൻസ് എന്ന് അധികം ക്വസ്റ്റ്യൻ വരാറുള്ളത്. ന്യൂമറിക്കൽ പാർട്ടാണ്. പിന്നെ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡും പിന്നെ ഫ്രീക്വൻസിയൊക്കെയാണ് ചോദിക്കാറ്. ലാസ്റ്റ് വേവ്സിൽ ഹാർമോണിക്സ് ഓഫ് സ്റ്റാൻഡിങ് വേവ്സ്, അതായത് ക്ലോസ്ഡ് പൈപ്പ് ചോദിക്കാം, ഓപ്പൺ പൈപ്പ് ചോദിക്കാം, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ 1:2:3 അല്ലെങ്കിൽ 1:3:5 എന്നൊക്കെയുള്ള റേഷ്യോ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഞാൻ ഈ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ മാർക്സ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 45 മാർക്കാണ് വരുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ 1-2 ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ നോക്കിയാണെങ്കിൽ ഒരു 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ 50 മാർക്കും ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ലല്ലോ. ഡയറക്റ്റ് ഡെറിവേഷൻ ആയിട്ട് മാത്രം ചോദിക്കണം എന്നില്ല. അതിനകത്ത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും ഈ ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ഡബിൾ പാസ് അല്ല, അതിനേക്കാട്ടിലും കൂടുതൽ ഒരു 40-ന് മേലെ വാങ്ങാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി PYQയിലേക്ക് പോവാം. അതാണ് PYQ പഠിച്ചു കഴിഞ്ഞാൽ PYQ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് തന്നെ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കും കേട്ടോ. കഴിഞ്ഞ വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോ അല്ല, വൈകുന്നേരം ഇട്ട വീഡിയോയ്ക്ക് എന്തോ സൗണ്ട് കുറവാണെന്നോ എന്തോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് സൗണ്ട് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആരും അങ്ങനെ പറഞ്ഞില്ല. 1-2 മെസ്സേജ്, ഒരു മെസ്സേജാണ് അങ്ങനെ വന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതിപ്പം മൈക്കിൻ്റെ പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും എന്തെങ്കിലും സൗണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം അത് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ട് ഇനി സൗണ്ട് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ പറയുമ്പം മാക്സിമം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമുക്കിനി അടുത്തത് എന്താണ്? PYQs എന്തായാലും ചെയ്യാം, ന്യൂമറിക്കൽസ് ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ പേപ്പറിൻ്റെ ആൻസർ കീയും ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിൻ്റെ ആൻസർ കീയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് മിസ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ബൈ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ബൈ.